ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മീറ്റപ്പിന് പോയതും അവിടെ നിന്ന് നമുക്കൊരു മൊമെൻ്റൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളും അവിടുത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ചേളാരി വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ അവിടേക്ക് പോകുന്നതിൻ്റെയും അവിടുത്തെ കാര്യപരിപാടികളൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടാവും കേട്ടോ. കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടി ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടി നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് 3 ടീമായിട്ടാണ്. ഒന്ന് ഈസി കുക്കിൻ്റെ കമ്പനി, അതേപോലെ തന്നെ പ്ലാറ്റിനം കോച്ചിങ് സെൻറ്റർ കോട്ടക്കൽ, പിന്നെ ചേളാരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള സെഞ്ചുറി കൺവെൻഷൻ സെൻറ്ററിലാണ് നമ്മുടെ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാളും അറേഞ്ച്മെൻറ്റ്സൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് അവരാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് പ്രമുഖ യൂട്യൂബേഴ്സും സിംഗേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പരിപാടി ഇനാഗുറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറാണ്. പിന്നെ സെഞ്ചുറി കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഫെസിലിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 500 മുതൽ 5000 പേർക്ക് വരെ ഇരിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രയർ ഹാള്, പിന്നെ പാർക്കിംഗ് സൗകര്യം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലി മീറ്റപ്പ് ആയാലും മറ്റെന്ത് മീറ്റപ്പ് ആയാലും അതേപോലെ തന്നെ കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് നടത്താൻ പറ്റിയിട്ടുള്ള നല്ല ഗ്രാൻഡായിട്ട് തന്നെ നടത്താൻ പറ്റിയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് 10 മണിക്കൊക്കെയാണ് കേട്ടോ. പിന്നെ അവാർഡ് കൊടുക്കൽ, അതുപോലെ തന്നെ പാട്ട് പാടൽ, മിമിക്രി, മോണാക്ട്, അങ്ങനത്തെ ഓരോ പരിപാടികളാണ് കേട്ടോ കാര്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ചാനലിന്റെ പേര് സത്താർ സഹമി എന്നാണ്. ഓക്കെ, ഞാനതിന്റെ ആക്റ്റീവും എന്റെ വൈഫും അതിന്റെ ഡയലോഗ് പറയും. ഓക്കെ, അപ്പൊ അതൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആ ശബ്ദം ചിലർ കൈ കൊടുക്കാം അദ്ദേഹത്തിന്റെ ഇതാരാണ് പറഞ്ഞത്? ദൈവം മകനാണ്, ഞാൻ അനിയനാണ് എഴുതുന്നത്. അതെ, മകള് പോലീസിലാണ്. മകള് വന്നിട്ടുണ്ടോ? പോലീസിലുള്ള മകളുടെ ഉപ്പയാണ് നിൽക്കുന്നത്. കണ്ടാ പറയോ? അപ്പൊ നമുക്ക് മോനൊരു പാട്ട് കേൾക്കാം. വലിയ തോതിൽ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തന്നെ പറയപ്പെട്ട സംഭവങ്ങൾ ഇന്നും തുടരുകയാണ്. അത് ദൃശ്യമാധ്യമങ്ങളിൽ ഒരു പരിധി മാത്രമേ അത് കാണിച്ചുള്ളൂ. അതിലപ്പുറം ലോകത്തിന് ആ സ്ഥലങ്ങളിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ ഇതിനെ കൃത്യമായി തന്നെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച സോഷ്യൽ മീഡിയയാണ്. വലിയ രീതിയിൽ താങ്ക് യു സാർ. അപ്പൊ ഇനി ഒരു ചെറിയ ചടങ്ങോടെയുണ്ട്. സാറിന് ഒരുപാട് തിരക്കുണ്ടെന്ന് അറിയാം. നമ്മുടെ ഈ ഒരു ചടങ്ങിൽ വെച്ച് നമ്മുടെ മെയിൻ സ്പോൺസേഴ്സിന് ഡയമണ്ട്സിന്റെ മറ്റൊരു സ്പോൺസർ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ MT അബ്ദുൽ സലാം അവരുടെ വളരെ സ്നേഹത്തോടെ ആദരവ് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു, ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അടുത്ത മറ്റൊരു സ്പോർട്സ് ആയിട്ടുള്ള അൻവർ എടപ്പറാണ്, മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തിനുള്ള സ്നേഹം നൽകുന്നു. അറിയപ്പെടുന്ന ഏറ്റവും മികച്ച കോച്ചിങ് സെന്ററാണ് കാഴ്ച നമുക്കറിയാം.
തീരുമാനിച്ച് അവർക്ക് അവർക്ക് വെച്ചു തുടങ്ങുന്നു. അടുത്ത ഓക്കെ, ഇനി ചെറിയൊരു ഫംഗ്ഷൻ കൂടി സാർ. ഇതിൽ നിന്ന് കുറച്ച് ആളുകൾ 8 പേരെ സാറൊന്ന് ലോട്ട് എടുക്കണം. ഈ നിൽക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികൾക്ക് ഒരു സമ്മാനം നൽകുന്നുണ്ട്. ഒരു കൈയടി കൊടുക്കുക എല്ലാവരും ചേർന്ന്. ആരായിരിക്കും ആ ഭാഗ്യവാനെന്ന് അറിയാം. ഇതൊന്ന് മ്യൂസിക്കൽ ദോസ് ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പേരിലേക്ക് വരിക. പെട്ടെന്നായി പ്രവർത്തനങ്ങൾ നടത്തി കായിക രംഗത്തൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിക്ക്, മിനിസ്റ്റർക്ക്, ഡ്രീം ക്രിയേറ്റേഴ്സിന്റെ ഒരു സ്നേഹ ആദരം നൽകുകയാണ് ഈ ഒരു ചടങ്ങിൽ വെച്ച്. അതിനുവേണ്ടി 2 പേരെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അപ്പോ വളരെ മികച്ചതായിരുന്നു. ഇതാണ് ഡ്രീമേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ആദ്യം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിന്റെ അധ്യക്ഷ പ്രസംഗം. മിനിസ്റ്റർ അടക്കം സൂചിപ്പിച്ചു. ഞാൻ വിചാരിച്ചിട്ടില്ല ഇനി ഞങ്ങളൊക്കെ എന്ത് പറയണമെന്നുള്ളത്. നിങ്ങളുടെ കൈക്കുമ്പിളിൽ സാധാരണ ഇന്ന് ഞങ്ങളൊക്കെ പറയുന്നത് കേപ്പബിലിറ്റിയേക്കാൾ കൂടുതൽ നൽകുന്നത് ഒരു പ്രതിജ്ഞ ചൊല്ലി തന്നെയാണ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ആദ്യം 2 വാക്ക് സംസാരിച്ചോ. എല്ലാവരും കണ്ടതല്ലേ? അതിന് കയ്യിൽ നീട്ടാൻ എല്ലാവരുടെ കയ്യിൽ മൊബൈലാണ്. പിന്നെ നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. എല്ലാവരും കയ്യൊന്നും ഇങ്ങനെ ഒരു കയ്യെങ്കിലും ഇങ്ങനെ പിടിക്കാം. എണീറ്റ് നിൽക്കാൻ പറ്റുന്നവരൊക്കെ എണീറ്റ് നിൽക്കണം. നമ്മൾ പ്രതിജ്ഞ ചൊല്ലുകയാണ്. നമ്മള് ബ്ലോഗേഴ്സ് ആണ്, ഇൻഫ്ലുവൻസ് ആണ്. നമ്മുടെ നാടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് നമ്മളെല്ലാവരും ചേർന്ന്. ലഹരി ഉപയോഗിക്കരുത്, സിന്തറ്റിക് ഡ്രഗ് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ള പ്രതിജ്ഞ നമ്മൾ ചൊല്ലുകയാണ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അതെന്റെ ശരീരത്തെയും മനസ്സിനെയും ചുരണ്ടിത്തുന്ന വിഷമാണ് എന്ന് എനിക്കറിയാം. സംഭവം മനസ്സിലായി എല്ലാവർക്കും എന്താണ് സംഭവം? നല്ലൊരു കൈ എല്ലാവരും ചേർന്ന് ബാക്കിട്ടോ. ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. എന്റെ സ്വപ്നങ്ങളെ ചിതറിക്കുന്ന, എന്റെ കുടുംബത്തെ കരിയിക്കുന്ന, എന്റെ നാടിനെ ആഴ്ചയിലയക്കുന്ന ഈ മയക്കുമരുന്ന് എന്ന വെറുക്കപ്പെട്ട ശത്രുവിനെ ഞാൻ തള്ളിപ്പറയും. ഞാൻ വൈകത്തില്ല. ഞാൻ വിജയിക്കും. ഞാൻ നേർവായി മുന്നേറും. ഞാൻ മാതൃകയാകും. ഞാൻ പറയുന്നത് ഉറപ്പായ വാക്കാണ്. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. ഇതെന്റെ പ്രയത്നിയാണ്. എല്ലാവരും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന്റെ പ്രയത്നിയാണ് ഉള്ളിൽ നിന്നും ഉയർന്ന അതിശക്തമായൊരു വാഗ്ദാനം. കിടില മുത്തശ്ശിക്ക് ഒരു ആദരവ് കൊടുക്കട്ടെ. നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. നീ എന്തെങ്കിലും പറയണ്ടോ? നീ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ പറയണോ? ഓക്കെ. അപ്പൊ കിടില മുത്തശ്ശിക്ക് നമ്മുടെ ഒരു ആദരവുണ്ട്. അതിന് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നേരമായിട്ട് വേദിയിലിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇന്ന് LED വാളിലൂടെ കാണാം. ശ്രീകുമാർ സാറാണ് ഇന്ന് കിടില മുത്തശ്ശിയെ ആദരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ മൊമെന്റോ തയ്യാറാക്കുക. സാറിന് 5 മിനിറ്റ് പ്രസംഗമുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ ഫിലിമിന്റെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി വളരെയേറെ കാര്യങ്ങളാണ് ഇതിന്റെ ആവശ്യമില്ല. ആരും ബന്ധപ്പെടുത്താൻ
ഞാനൊന്ന് പറയട്ടെ. 17 വയസ്സിൽ പറഞ്ഞ് നടക്കുന്ന ഞാനോ എൻ്റെ പ്രായം എനിക്കില്ല. അല്ലാതെ അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു വരുന്ന പാട്ട് പാടിയത് അക്ഷോടെ നല്ലൊരു കയ്യിൽ എല്ലാവരും ചേർന്ന് നൽകാം. കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ഇൻഫ്ലുവൻസ് അവാർഡ് സന്തോഷ് ശാലിനി. അതേ സമയത്ത് സിനിമാ താരമാണോ കണ്ടിട്ട് ഒരു സിനിമാ നടന്റെ ലുക്കൊക്കെ ഉണ്ട്. മികച്ചൊരു ഇൻഫ്ലുവൻസർ ആണ് സന്തോഷ്. താങ്ക് യു സാർ. നെക്സ്റ്റ് അടുത്തത് റിനു വാസ. റിനു വാസയെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആണ് എവിടെ? റിനു വാസ എവിടെ? ആ ഓക്കെ. അഫ്സാഫാത്തു കൊടുത്തു അഫ്സാഫാത്തുവിനെ ക്ഷേത്രത്തോട് ക്ഷണിക്കുന്നു. സന അഷ്വാക്കിനുള്ള മൊമെന്റോ കൊടുക്കുന്നതിന് വേണ്ടി. എല്ലായി ദൂരെ നിൽക്കുന്ന ട്രിം തിയേറ്റേഴ്സിന്റെ മറ്റൊരു അവിഭാജ്യ ഘടകമായിട്ടുള്ള ഷംസിയ എം പി മൊമെന്റ് നൽകുന്ന ഷംസിയ എം പി. മുഹമ്മദ് ഷഫീഖ് സ്നേഹം നൽകുന്നു. അൻസാരി അത് കാണുന്നില്ല. ഇപ്പൊ ആ 4000 വാച്ച് ടൈം അവിടെ കാണാതായിരുന്നു. പക്ഷെ യൂട്യൂബിന്റെ ആ ഒരു പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പബ്ലിക് മോണിറ്റൈസേഷൻ കിട്ടാതെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മുന്നേ ഒരു പക്ഷേ ആ പബ്ലിക് എന്നുള്ളത് പ്രൈവറ്റോ അൺലിസ്റ്റഡോ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്താലേ പറയാൻ. ഹലോ, നമ്മൾ യൂട്യൂബിൽ ലാൻഡ്സ്കേപ്പിലാണ് കൂടുതൽ ആളുകൾ വീഡിയോ ചെയ്യാറ്. പക്ഷേ ഇതിലൂടെ ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ പോർട്രേറ്റിലാണ് ചെയ്യാറ്. ഈ പോർട്രേറ്റിൽ യൂട്യൂബിൽ ചെയ്യുന്നതിനോട് എനിക്ക് പറയാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ തമ്മിൽ റിലേഷൻ നമുക്ക് ഇംപ്രഷൻ പോകും. യൂട്യൂബിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് നമ്മൾ ഇനി എങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഇട്ടാലും നിങ്ങൾ ആ വീഡിയോയുടെ അനലിറ്റിക്സ് എടുക്കുക, നിങ്ങളുടെ ഇംപ്രഷൻ നോക്കുക. എത്ര പേർക്ക് ഈ വീഡിയോ അയച്ചിട്ടുണ്ട്, അതിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ആ റേഷ്യോ നോക്കിയിട്ടാണ് വീഡിയോ അടുത്ത ആളിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിച്ച സംശയം, ഞാൻ റേഷ്യോ മാറ്റി ചെയ്താൽ പലരും ചെയ്യാറുണ്ട്. ഫേസ്ബുക്കിൽ ആ റേഷ്യോ അതേ രീതിയിൽ അപ്ലോഡ് ചെയ്യും. അവിടെ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഈ അരിമരുന്ന്, അതായത് ഈ തമിഴില് പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷ്യോ മാറും. ഓട്ടോമാറ്റിക് പ്ലേ ഉണ്ട് വീഡിയോ യൂട്യൂബിൽ. അപ്പൊ ഈ തമിഴിൽ അവിടെ കാണില്ല. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അത് വർക്കാവില്ല. പെട്ടെന്ന് വീഡിയോ പ്ലേ ആകുമ്പോൾ ആളുകൾക്ക് അതിനുള്ളിൽ എന്താണ് അറിഞ്ഞു കഴിഞ്ഞ് അത് അങ്ങനെ വ്യൂസ് പോവാം. ആ തമിഴിൽ അവിടെ നിങ്ങൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലിക്ക് ബൈറ്റ് കൊടുത്തിട്ട് അവിടെ വർക്ക് ആവാതിരിക്കും. തമിഴിൽ വർക്ക് ആവാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഈ 16:9 ആകുമ്പോഴാണ് അത് നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. യൂട്യൂബിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ആ 16:9 ഷോർട്സിൽ നേരെ തിരിച്ചുമാണ്. അതെല്ലാം ഏത് റേഷ്യോ വീഡിയോ ഇട്ടാലും വ്യൂസ് തരും. അപ്പൊ നിങ്ങൾ തമിഴിൽ വർക്ക് എല്ലാത്തിനും വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനാണ് എന്റെ വീഡിയോ നല്ല വീഡിയോ ആണ്, അത്യാവശ്യം ആവറേജ് വീഡിയോ കിട്ടി. സോ അത് ഞങ്ങൾക്ക് തമിഴിൽ ആവശ്യമുണ്ട്. ഗായകനായ മഞ്ചേരിക്കാരൻ ജോസഫ് എന്ന മുറിയിലെ പൂത്തോടെ എന്ന ഗാനത്തിന്റെ രചയിതാവ് അജീഷ് ദാസ് എഴുതിയ
കണ്ണിൻ മണിയെ പൂമോളെ എന്ന ഗാനത്തിലൂടെ മലയാളികളുടെ ജനപ്രിയ ഗായകനായി മാറി. Salam salam ya Allah ya Allah ya Allah ya Allah ya Allah. Hati jari mubarak salam salam ya Allah ya Allah ya Allah ya Allah ya Allah.